الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. دي أول മൈദരായി പാടച്ചുവച്ച റസൂലരാ, ബദറിലും ബദനിലെങ്കിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാഹ്. സ്വലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. പാപമാലെ കറുത്തുപോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ, പാപഭാരങ്ങൾ തീർത്ത് ഖൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. محشر മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തിയെന്നുരത്തോരാണെന്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا حبيب الله. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈപിടിക്കണം ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നാം ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യത്തെക്കുറിച്ചും ആന്തരികമായ സൗന്ദര്യത്തെക്കുറിച്ചും പഠിച്ച് ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ആ പുന്നാര പൂമുഖം ഒരുപാട് തവണ ദർശിക്കാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ഈ അല്പസമയം
ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് ഒരു കാരണമാക്കി തെരുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം ആഗതമായിരിക്കുകയാണ്. നാം ഓരോ ദിവസവും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നവരല്ലെങ്കിൽ ഇന്നു മുതൽ നാം ഓതി തുടങ്ങണം. അങ്ങനെ മൗലിദ് ഓരോ ദിവസവും ഓതിയാൽ തീർച്ചയായും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവല് നമ്മുടെ വീടിനുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ശൈത്താന്റെ സർവ ഷർറുകളെ തൊട്ടും ആ മൗലിദ് വലിയ കാവലാണ് നമ്മുടെ വീടിനും നമ്മുടെ വീട്ടുകാർക്കും എന്നതിൽ സംശയമില്ല. മഹാന്മാരൊക്കെ പഠിപ്പിച്ചതാണ്. ആ പരിശുദ്ധ റബീഉൽ അവ്വലിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ചെറിയൊരു ക്ലാസ്സിലാണ്, പഠന ക്ലാസ്സിലാണ് നിങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചാണ്. ഇത് ഒരു ക്ലാസ് രൂപത്തിലാണ് നാം ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വാദ രൂപത്തിലല്ല. കാരണം ഈ ക്ലാസിന്റെ ഉദ്ദേശം ഈ 4 ദിവസത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അവിടുത്തെ മുടി എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം. അവിടുത്തെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ ഭംഗിയും ആസ്വദിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോ ആ സൗന്ദര്യത്തെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുമ്പോ ആ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യമാക്കപ്പെട്ട ശരീരം, ആ പുന്നാര മുഖം കാണാൻ നമ്മുടെ മനസ്സ് വമ്പും, നമ്മുടെ മനസ്സ് തുടിക്കും. എങ്ങനെയെങ്കിലും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിക്കുമ്പോ ധാരാളം സ്വലാത്തുകൾ ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് നാം ചൊല്ലിപ്പോകും. ആത്മാർത്ഥമായി ആ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ അഥവാ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ആ കാണാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ ആത്മാർത്ഥമായി എടുത്തു പോകും. അങ്ങനെ ഒരു ദിവസം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മുടെ മനാമിലേക്ക് അഥവാ നാം ഉറങ്ങുമ്പോ നമ്മുടെ കണ്ണുകളിലേക്ക് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മഹാന്മാരൊക്കെ പറയുന്നത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് കാണണോ, നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ ബാഹ്യമായ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കണം. പിന്നെ അവിടുത്തെ ആന്തരികമായ അഥവാ അവിടുത്തെ സൽ സ്വഭാവത്തെ കുറിച്ച് പഠിക്കണം. ആദ്യത്തേത് പഠിക്കുന്നത് അവിടുത്തെ രൂപം നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ ഇത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് അവിടുത്തെ സ്വഭാവം പഠിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. അങ്ങനെ അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് പഠിച്ച് ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുമ്പോ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഖൽബിലേക്ക് നാം ഉറങ്ങുമ്പോ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും എന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല സ്വഭാവം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള സർവ്വ സൽ സ്വഭാവങ്ങളും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അതിന് തടസ്സമാകുന്ന സർവ്വ ദുസ്വഭാവങ്ങളും നീച പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് നീക്കം ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, നാം പണ്ട് മദ്രസയിൽ വെച്ച് പഠിച്ച ഒരു ഹദീസുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെക്കാളും തന്റെ മക്കളെക്കാളും അവൻ ആരൊക്കെ സ്നേഹിക്കുന്നവരുണ്ടോ അവരെക്കാളും തന്റെ സ്വന്തം ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ലെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇത്രയും കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഈ രൂപത്തില് എന്റെ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും തന്റെ സ്വന്തം ഭർത്താവിനെക്കാളും ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു സ്നേഹം എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ഉമ്മമാരെ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കണം. എന്ന് മാത്രമല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു രൂപമെത്തിയാൽ, ഒരു വയസ്സെത്തിയാൽ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ABCD അല്ല, ആ ഇ എന്ന് പറയുന്ന അക്ഷരമാലയല്ല ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു മുസ്ലിമായ കുട്ടിയാണോ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ പേര് പഠിപ്പിച്ചു കൊടുക്കണം, അവിടുത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു കുട്ടിക്ക്, ആ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോ നാം ആദ്യമായി ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഇതാണെന്നും മുത്തുനബി ജനിച്ചത് മക്കത്താണെന്നും വഫാത്തായത് മദീനത്താണെന്നും ഉമ്മയുടെ പേര് ആമിന ബീവിയാണെന്നും ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആണെന്നും ഒക്കെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു ബഹുമാനം, ഒരു ആദരവ് ഒരു കുട്ടിയുടെ മനസ്സിനെ ആദ്യമേ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു കുട്ടി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന കുട്ടിയാകും എന്നതിൽ സംശയമില്ല. മഹാന്മാര് പറഞ്ഞതാണ്. അല്ലാഹു അത്തരത്തിലുള്ള ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തുള്ള കുട്ടികളാക്കി തീർക്കുമാറാവട്ടെ നമ്മുടെ സർവ്വ കുട്ടികളെയും. അല്ലാഹു അതിന് ആ രൂപത്തില് കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ഉമ്മമാര് ചിന്തിക്കേണ്ടത്, ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. കാരണം കുട്ടികളുടെ അടുത്ത് ചെറുപ്രായത്തിൽ തന്നെ അധിക സമയവും ഇടപഴകാൻ സാധിക്കുന്നത് ഉമ്മമാർക്കാണ്. അതുകൊണ്ട് 2 വയസ്സായാൽ 3 വയസ്സായാൽ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ തിരിയുന്ന ഒരു അവസ്ഥയാണ് ഈ സാഹചര്യത്തിലുള്ളത്. അപ്പൊ നമ്മൾ ആദ്യമായി ഇന്ന് മുതൽ പഠിപ്പിക്കേണ്ടത് മുത്തുനബിയുടെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവിടുത്തെ പേര് പറഞ്ഞു കൊടുക്കണം, അവിടുത്തെ കുടുംബത്തെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും അവിടുത്തെ വല്യപ്പമാരെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഉമ്മക്ക് വിവരം വേണം. അതുപോലെ തന്നെ അവിടുത്തെ പേരും ഉപ്പയുടെ പേരും ഉമ്മയുടെ പേരും മാത്രം പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് ഒരിക്കലും അവിടത്തെ കുറിച്ച് ബഹുമാനം വരികയില്ല, ആദരവ് വരികയില്ല. അങ്ങനെ ആദരവും ബഹുമാനവും വരണമെങ്കിൽ അവിടുത്തെ ആ വലിയ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവിടുത്തെ വലിയ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാകുമ്പോഴേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചില്ലറക്കാരനല്ല എന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ സ്വഭാവങ്ങളും ഉന്നതമായ സൗന്ദര്യങ്ങളും ആ കുട്ടി മനസ്സിലാക്കുമ്പോ ചെറുപ്പത്തിൽ തന്നെ മുത്തുനബിയോട് വല്ലാത്ത ആദരവും ബഹുമാനവും ആ കുട്ടിക്ക് വരും എന്നതിൽ സംശയമില്ല. അല്ലാഹു അത്തരത്തിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ,
ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനിക്ക് മറ്റൊരു മനുഷ്യനോട് സ്നേഹം വരുന്നത്, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ശരി, ഏത് വർഗമാണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ശരി, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സ്നേഹം വരുന്നത് പല രൂപത്തിലാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടാകാം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഉന്നതമായ സ്വഭാവം കൊണ്ടാകാം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത്. തീരെ കാണാൻ ചൊറുക്കില്ല, തീരെ സൗന്ദര്യമില്ല, കണ്ടാൽ വെറുത്തുപോകും, അത്രത്തോളം വിരൂപിയാണ്. പക്ഷേ ആ മനുഷ്യന്റെ സ്വഭാവം അത്രത്തോളം ഉന്നതമാണെങ്കിൽ, എത്ര വിരൂപിയാണെങ്കിലും ആരും സ്നേഹിച്ചു പോകും. അതിന്റെ കാരണം, അദ്ദേഹത്തെ ഒരു മനുഷ്യൻ സ്നേഹിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അദ്ദേഹം എന്തെങ്കിലും നന്മ, എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തതിന്റെ പേരിലാകാം. ഇങ്ങനെ പല രൂപത്തിലാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ധർമ്മത്തിന്റെ കാരണത്താലാകാം, സഹായത്തിന്റെ കാരണത്താലാകാം. ഇങ്ങനെ പല രൂപത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാറുണ്ട്. ഈ രൂപത്തിലൊക്കെ നോക്കുമ്പോ ഏറ്റവും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള സൃഷ്ടി എന്ന് പറയുന്നത് അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തുനബിയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെയും ഈ ലോകത്ത് അല്ലാഹു പടച്ചിട്ടില്ല. ഒരു സാധനവും ഈ ലോകത്ത് അല്ലാഹു പടച്ചിട്ടില്ല എന്ന് പോയി മനസ്സിലാക്കണം. ആദ്യമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്, പ്രകാശമാണ്. അഥവാ പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ്, ഒരു വെളിച്ചം ആണ് എന്ന് ഒരിക്കലും നിങ്ങൾ ധരിച്ചു പോകരുത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹാണ്, ആത്മാവാണ് ഈ ലോകത്ത് ആദ്യമായി പടക്കുന്നത്. ആ നൂറ് പടക്കുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്, ഒളിവാണ്. ലോകത്ത് ആദ്യമായി പടക്കുന്നത് അല്ലാഹു ഒരു സൃഷ്ടിയായിട്ട് ആ റൂഹ് പടക്കുമ്പോ, ആ നൂറ് പടക്കുമ്പോ ഇവിടെ സ്വർഗമില്ല, നരകമില്ല, ഭൂമിയില്ല, ആകാശമില്ല, മലക്കുകളില്ല, ജിന്നുകളില്ല, ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. എല്ലാം പടക്കുന്നതിന്റെ മുമ്പ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആദ്യമായി പടച്ചത്. പിന്നെ എല്ലാം പടച്ചത്, അത് മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും ഭൂമിയാണെങ്കിലും ആകാശമാണെങ്കിലും അർശാണെങ്കിലും കുർസിയാണെങ്കിലും ലൗഹാണെങ്കിലും മഹ്ഫൂളാണ്, അതുപോലെ ലൗഹുൽ മഹ്ഫൂളാണെങ്കിലും ഖലമാണെങ്കിലും മീസാനാണെങ്കിലും എല്ലാം സിറാത്താണെങ്കിലും സർവ്വതും പടച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറിൽ നിന്നാണ്. അതുകൊണ്ട് ആ നൂറിന്റെ ഒരു അംശമാണ് ഇവിടെ കാണുന്ന സർവ്വ സൃഷ്ടികളും. എത്രത്തോളം നമ്മുടെ ജീവൻ പോലും നിലനിൽക്കുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് നമ്മുടെ ശരീരത്തിൽ ശേഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു പ്രവേശിപ്പിച്ചത് കൊണ്ടാണ് എന്ന് കിതാബുകൾ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിലനിർത്തിയത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ് എന്ന് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. അത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ഈ രൂപത്തിൽ പറഞ്ഞാലൊന്നും ഉമ്മമാരെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം
ധാരാളം ദിവസങ്ങൾ വെച്ച് പഠിക്കേണ്ട വിഷയമാണ് അന്നൂറുൽ മുഹമ്മദിയ്യ, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. അത് പഠിക്കുമ്പോ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകം എന്താണെന്ന് നമുക്ക് തിരിയും. നമുക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവെങ്കിലും ആ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ പഠിക്കുമ്പോ, അന്നൂറുൽ മുഹമ്മദിയ്യ പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇപ്പൊ നാം ഒരുമിച്ച് കൂടിയത് മുത്തുനബിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പഠിക്കാനാണ്. കാരണം മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ അശ്ശമാഇല യറ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മുത്തുനബിയുടെ ശമായില് പഠിച്ചാൽ, ശമായില് ഓതിയാൽ, ശമായില് എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ ബാഹ്യമായ സൗന്ദര്യം, അത് ആരെങ്കിലും ആത്മാർത്ഥമായി പഠിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയെങ്കിലും എന്റെ മനാമിൽ കാണണം എന്ന് വിചാരിച്ച് പഠിച്ച് അവൻ ധാരാളം സ്വലാത്ത് ചൊല്ലി, അങ്ങനെ ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലുമ്പോ ഏത് രൂപത്തിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് അവസാനം ക്ലാസ്സിൽ പറയും. എന്തുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലി ഞാൻ കണ്ടില്ലല്ലോ, അതിന്റെ മറുപടിയും അവസാന ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരെ നാം ധാരാളം കണ്ടവരാണ്. ഒന്നെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങള്, കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങള്, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, അതുകൊണ്ട് നാം ആദ്യം പറയുന്നത്, അങ്ങനെ ശമായില് ഒരാൾ പഠിച്ചാൽ, മുത്തുനബിയുടെ സൗന്ദര്യം ആത്മാർത്ഥമായി പഠിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ യറൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല രൂപത്തിൽ അവനക്ക് കാണാൻ സാധിക്കും എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ സാധിച്ചാൽ, അവിടത്തോട് സംവദിക്കാൻ, വർത്തമാനം പറയാൻ സാധിച്ചാൽ, അത് അവന്റെ ആഖിബത്ത് നന്നാകും എന്നതിന്റെ വലിയ സൂചനയാണ്. എന്ന് മാത്രമല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്ന അവസരത്തിൽ ആ പുന്നാര പൂമുഖം കണ്ട് മരിക്കാൻ അവനിക്ക് വലിയ തൗഫീഖ് കിട്ടും എന്നതിലേക്കുള്ള സൂചനയാണെന്ന് വരെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്താൻ എനിക്ക് വരാൻ കഴിയില്ല, അത് മുത്തുനബി പറഞ്ഞതാണ്. അതുകൊണ്ട് മുത്തുനബിയുടെ രൂപം പഠിച്ചു ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ ആ ഉറക്കത്തിലേക്ക്, മനാമിലേക്ക് വന്നാൽ അത് മുത്തുനബിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതിന് ഇത് മുത്തുനബിയാണ് എന്ന് അറിയണമെങ്കിൽ അവിടുത്തെ രൂപത്തെക്കുറിച്ച്, അവിടുത്തെ ഭംഗിയെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല രൂപത്തിൽ അറിയണം, മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യമായിട്ട് പറയുന്നത്, ഈ മുത്തുനബിയുടെ സൗന്ദര്യം വിശദീകരിക്കാൻ വേണ്ടി, ഭംഗി വിശദീകരിക്കാൻ വേണ്ടി മഹാന്മാര് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് മഹാനായ തുർമുദി ഇമാം രചിച്ച അശ്ശമാഇലുൽ മുഹമ്മദിയ്യ, അല്ലെങ്കിൽ അശ്ശമാഇലു തുർമുദി എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകം അംഗീകരിച്ച കിതാബ്. അതിന്റെ ആദ്യ ഭാഗങ്ങള് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബാഹ്യമായ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഹദീസുകളാണ് നാം ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഒരു ക്ലാസ് രൂപത്തിലാണ്. ആ ക്ലാസ് രൂപത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ കാരണം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ രൂപം ഈ ക്ലാസ് കഴിയുന്നതോടുകൂടെ നമ്മുടെ മനസ്സിൽ പതിയണം, ഖൽബിൽ പതിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ക്ലാസ് കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. അങ്ങനെ മുത്തുനബിയോട് ഒരു പ്രത്യേക സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യമായി മഹാനായ തുർമുദി ഇമാം പറയുന്നത്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണ്.
ആദ്യം ഉമ്മമാരെ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്നാലേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന എത്രത്തോളം മുത്തുനബിയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ചെറിയ ഒരു വിവരം ആദ്യമായി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ ചെറുപ്രായത്തിൽ തന്നെ മഹാനായ അനസ് ഇബ്നു മാലിക് എന്നവരെ കൈപിടിച്ചുകൊണ്ട് ഉമ്മ മുത്തുനബിയുടെ അരികിലേക്ക് വരികയാണ്. മുത്തുനബിയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നാര മോനെ അനസാണിത്. നല്ല ബുദ്ധിയുള്ള മോനാണ്, നല്ല തന്റേടമുള്ള മകനാണ്. അതുകൊണ്ട് എന്റെ ഈ മകനെ അങ്ങ് ഖാദിമായി സ്വീകരിക്കണം നബിയേ. അങ്ങേക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ സേവനങ്ങളൊക്കെ ഈ എന്റെ മോനാകുന്ന അനസ് ചെയ്തോളും. അതുകൊണ്ട് ഒരു ഖാദിമായിട്ട്, ഒരു സേവകനായിട്ട് എന്റെ ഈ കുഞ്ഞു അനസിനെ അങ്ങ് സ്വീകരിക്കണം നബിയേ എന്ന് ഉമ്മ വന്ന് സങ്കടം പറഞ്ഞപ്പോ ആ സ്വീകരിച്ച മോനാണ്, ഖാദിമായി സ്വീകരിച്ച മോനാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അങ്ങനെ ചെറുപ്പം മുതലേ 10 വർഷം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. മാത്രമല്ല മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ 10 വർഷം ഖിദ്മ ചെയ്തപ്പോ പല കാര്യത്തിനും വേണ്ടി മഹാനായ അനസ് തങ്ങൾക്ക് വേണ്ടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സമ്പത്തിൽ വർധനവുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ധാരാളം സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അനസ് തങ്ങൾക്ക് നൽകി. രണ്ടാമത് മക്കളിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് തങ്ങൾക്ക് ദുആ ചെയ്തു കൊടുത്തു. ചരിത്രത്തിൽ കാണാം 100 മക്കളുണ്ടായിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് മഹാനായ അനസ് തങ്ങൾക്ക്, അതുപോലെ തന്നെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹാനായ അനസ് തങ്ങളുടെ ആയുസ്സിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് 100-ലധികം വർഷം ജീവിച്ചു മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അങ്ങനെ എന്തൊക്കെ മുത്തുനബി അനസ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ സ്വഭാവത്തെക്കുറിച്ച് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീന, ഞാൻ 10 വർഷം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തു. ഫമാ ഖാല ലി ഉഫ്ഫിൻ ഖത്തു, ഒരു ഛേ എന്ന ഒരു വാക്കുപോലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അനസ് തങ്ങൾ പറയാണ്, വമാ ഖാല ലി ലിശൈഇൻ സനഅതുഹു ലിമ സനഅത, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, ഞാൻ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയാകുമ്പോ പല കുരുത്തക്കേടും ഞാൻ കാണിച്ചു പോകും. അങ്ങനെ എന്തു ചെയ്താലും എന്തിനാണ് നീ ആ പണിക്ക് നിന്നത്, എന്തിനാണ് ഈ കാര്യം നീ ചെയ്തത് എന്ന ഒരു വാക്കുപോലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്ത, എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം, അത് ചെയ്യാൻ പാടില്ല അനസേ എന്ന് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്തു പോയാൽ
ഞാൻ എന്തിനാണ് നീ അത് ചെയ്തത് എന്ന് ഒരിക്കലും എന്നോട് ചോദിക്കാറില്ല. ഇനി ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നാൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കാറില്ല, എന്നെ ശകാരിക്കാറില്ല. എന്നിട്ട് മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, ഇനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയും, കുടുംബത്തിനോട് പറയും, എന്റെ അനസിനെ ഒന്നും പറയരുത്, അവനെ ശകാരിക്കരുത് എന്ന് അവരോട് താക്കീത് ചെയ്യാറുണ്ട്. മാത്രമല്ല, എന്നിട്ട് മഹാനായ അനസ് തങ്ങൾ പറയാണ്, വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത്രത്തോളം നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ഞാൻ പ്രസവിച്ചിട്ട് ഭൂമിയിൽ കണ്ടിട്ടേ ഇല്ല എന്ന് മഹാനായ അനസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നല്ല സ്വഭാവമായിരിക്കും മുത്തുനബിയുടെ സ്വഭാവം. അത് പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അനസ് തങ്ങളാണ് പറയുന്നത് മുത്തുനബിയുടെ സൗന്ദര്യത്തെ കുറിച്ച്. ആ ഹദീസാണ് ഉമ്മമാരെ വായിക്കുന്നത്. ആദ്യമായി മഹാനായ അനസ് തങ്ങൾ പറയുന്നത്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു ലൈസ ബിത്വീലിൽ ബാഇനി, അമിതമായ നീളമുള്ള ആളായിരുന്നില്ല. ആദ്യം പറയുന്നത് മുത്തുനബിയുടെ നീളത്തെ കുറിച്ചാണ് മഹാനായ അനസ് തങ്ങൾ പറയുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമിതമായി കണ്ടാൽ ബോറു തോന്നിക്കുന്ന, കണ്ടാൽ വെറുപ്പ് തോന്നിക്കുന്ന രൂപത്തിലുള്ള നീണ്ട ആളായിരുന്നില്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് മഹാനായ അനസ് തങ്ങൾ പറയാണ്, വലാ ബിൽ ഖസീരി, നല്ല നീളമുള്ള ആളായിരുന്നില്ല എന്ന് പറയുമ്പോ ഒരിക്കലും ധരിച്ചു പോകരുത്, തീരെ നീളമില്ലാത്ത കുറിയ കുള്ളനായ മനുഷ്യനായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഒരിക്കലും ധരിക്കരുത്. അങ്ങനെ തീരെ നീളമില്ലാത്ത ആളും ആയിരുന്നില്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഥവാ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാരൊക്കെ പറയുന്നു, നല്ല നീളമുള്ള ആളുമായിരുന്നില്ല, എന്നാൽ പറ്റേ നീളം കുറഞ്ഞ ആളുമായിരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒത്ത നീളമുള്ള ആളായിരുന്നു. ഒരു മനുഷ്യനെ കണ്ടാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുണ്ടാകുന്നത് ഒത്ത നീളമുണ്ടാകുമ്പോഴാണല്ലോ. ആ രൂപത്തിൽ ഒത്ത നീളമുള്ള ആളായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ നാം ആദ്യം ഇന്ന് പഠിച്ചത് മുത്തുനബിയുടെ നീളത്തെ കുറിച്ചാണ്. നല്ല ബോറ് തോന്നിക്കുന്ന രൂപത്തിൽ അമിതമായ നീളമുള്ള ആളായിരുന്നില്ല. അതുപോലെ തന്നെ ബോറ് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പറ്റ നീളം കുറഞ്ഞ ആളുമായിരുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒത്ത നീളമുള്ള ആളായിരുന്നു. ഇത്രയടി, ഇത്ര സെന്റിമീറ്റർ, ഇത്ര മീറ്റർ എന്ന് കൃത്യമായി ഹദീസുകളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് നല്ല നീളമുള്ള ആളായിരുന്നില്ല, എന്നാൽ പറ്റ നീളം കുറഞ്ഞ ആളുമായിരുന്നില്ല, ഒത്ത നീളമുള്ള ആളായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന രൂപമാണ്. അപ്പൊ മുത്തുനബിയുടെ നീളം എപ്പോഴും നാം ഓർത്തു വെക്കുക. ഒത്ത നീളമുള്ള ആളായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രണ്ടാമത് പറയുന്നു, വലാ ബിൽ അബിയദിൽ അംഹഖി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറത്തെക്കുറിച്ച് മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, നല്ല വെളുത്ത ആളായിരുന്നില്ല, അഥവാ തനി വെളുപ്പ്, അങ്ങനത്തെ തനി വെളുത്ത നിറമായിരുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം. അതായത് തനി വെളുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പെയിന്റ് അടിച്ചാൽ ഏത് രൂപത്തിലുണ്ടാകും? ഒരു കുമ്മായം പോലെ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിച്ചതുപോലെ ഉണ്ടാകും. അതാണ് യഥാർത്ഥ വെള്ള എന്ന് പറയുന്നത്. ആ വെള്ള
കാണാൻ സൗന്ദര്യമില്ല. ഒരാളുടെ നിറം ആ രൂപത്തിലുള്ള വെള്ളയായാൽ ആ നിറത്തിനിക്ക് കാണാൻ സൗന്ദര്യമില്ല. എല്ലാവർക്കും അറിയാം, ഒരു നോട്ട്ബുക്കിന്റെ വെള്ള, ഒരു നോട്ട്ബുക്കിന്റെ പേജിന്റെ വെള്ള, ഇവിടെ അടിച്ച പെയിന്റിന്റെ വെള്ള, ആ വെള്ള എല്ലാവർക്കും അറിയാം. ആ വെള്ള തനി വെള്ളയായിരുന്നില്ല, കുമ്മായത്തെ പോലെ തനി വെള്ളയായിരുന്നില്ല. നിങ്ങൾ ഇംഗ്ലീഷുകാരെ കണ്ടിട്ടില്ലേ? അവരുടെ നിറം വെള്ളയായിരിക്കും, അത് വെള്ളപ്പാണ്ട് പിടിച്ചതല്ല. ആ നിറം കാണുമ്പോൾ തന്നെ നോക്കാൻ ഒരു വെറുപ്പാണ്, അറപ്പാണ്, നോക്കാൻ എന്തോ ഒരു സുഖമില്ലാത്തതാണ്. ആ രൂപത്തിലുള്ള വെളുത്ത നിറമായിരുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം എന്ന് പറയുന്നത്. എന്നിട്ട് മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, വലാ ബിൽ ആദമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം എന്നാൽ നല്ല തവിട്ടി നിറമായിരുന്നില്ല. തവിട്ടി നിറം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഇരുനിറമുള്ള ആളായിരുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ ഇരുനിറമുള്ള ആളുമായിരുന്നില്ല, എന്നാൽ തനി വെളുപ്പുമായിരുന്നില്ല. അതിന്റെ അർത്ഥം മഹാന്മാരൊക്കെ പറയുന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം വെളുപ്പിനോട് ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു. അങ്ങനെ വെളുപ്പിനോട് ചുവപ്പ്, അല്പം ചുവപ്പ് കലരുമ്പോഴാണ് ആ നിറത്തിനിക്ക് സൗന്ദര്യം കൂടുതലുണ്ടാവുക. ആ രൂപത്തിൽ വെളുപ്പിലേക്ക് അല്പം ചുവപ്പ് കലർന്ന നിറമുള്ളയാളായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വെളുപ്പ് കൂടിയാൽ ഇംഗ്ലീഷുകാരെ പോലെ നേരത്തെ പറഞ്ഞതുപോലെ തനി വെള്ളയാകും. അതും കാണാൻ രസമുള്ള, കാണാൻ സൗന്ദര്യമുള്ള നിറമല്ല, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു ശരീരത്തിൽ ചുവപ്പിന്റെ അംശം കൂടിയാലോ അത് നാം പറയുക ഇരുനിറമാണ് എന്നാണ്. ആ ഇരുനിറം കൂടിയാലും ചുവപ്പ് കൂടിയാലും കാണാൻ രസമില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും കാണാൻ സൗന്ദര്യമുള്ള നിറം എന്ന് പറയുന്നത് നല്ല വെളുപ്പിലേക്ക് അല്പം ചുവപ്പ് കൂടിയാൽ ഏതു രൂപത്തിലാണോ ആ രൂപമായിരിക്കും, ആ നിറമായിരിക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിറം എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അല്ലാഹു എല്ലാ കാര്യങ്ങളും പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. മുത്തുനബിയുടെ നീളത്തെക്കുറിച്ച് പറഞ്ഞു, മുത്തുനബിയുടെ നിറത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെക്കുറിച്ചാണ് മഹാനായ അനസ് തങ്ങൾ പറയുന്നത്. വലാ ബിൽ ജഅദിൽ ഖതതി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അത് നല്ല സ്പ്രിംഗ് രൂപത്തിൽ നല്ല ചുരുണ്ട മുടിയായിരുന്നില്ല, നല്ല ചുരുണ്ട മുടിയായിരുന്നില്ല. ആഫ്രിക്കൻകാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നീഗ്രോ വർഗക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ മുടി വളരെ ചുരുങ്ങി, വളരെ ചുരുണ്ട് ഒരിക്കലും വാരാൻ കഴിയാത്ത രൂപത്തിൽ ചുരുണ്ട മുടിയായിരിക്കും. ഒരു പക്ഷേ നമ്മള് ഏതോ കിളി അല്ലെങ്കിൽ കോഴി കാഷ്ടിച്ച് വെച്ചതാണെന്ന് പോലും ഓർത്തു പോകും. അത്രത്തോളം ചുരുണ്ടിട്ടുണ്ടാവും അവരുടെ മുടി. അങ്ങനത്തെ നീഗ്രോ വർഗക്കാരുടെ, ആഫ്രിക്കക്കാരുടെ മുടി പോലെ പറ്റ ചുരുണ്ട, ഇംഗ്ലീഷിൽ ഫ്രൈസി ഹെയർ എന്ന് പറയും, അത്തരത്തിലുള്ള മുടിയായിരുന്നില്ല. അത് ഒരു മനുഷ്യനിക്ക് കാണാൻ അറുപ്പാണ്, വെറുപ്പാണ്. അങ്ങനത്തെ മുടിയായിരുന്നില്ല, വെറുപ്പുള്ള മുടിയായിരുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. എന്നിട്ട് അനസ് തങ്ങൾ പറയാണ്, വലാ ബിസ്സബ്തി, എന്നാൽ പറ്റേ ചുരുണ്ട മുടിയായിരുന്നില്ല എന്ന് പറയുമ്പോ ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകരുത് നേരെ കുത്തനെ നിൽക്കുന്ന അതേ സ്ട്രൈറ്റ് മുടിയായിരുന്നുമില്ല. നേരെ വാർന്നാൽ പോലും വളയാത്ത നേരെ കുത്തനെ നിൽക്കുന്ന മുള്ളൻ പന്നിയുടെ മുള്ളു പോലെ നിൽക്കുന്ന സ്ട്രൈറ്റ് ഹെയർ ഉണ്ടാകും. ആ രൂപത്തിലുള്ള സ്ട്രൈറ്റ് ഹെയർ ആയിരുന്നില്ല, നീളമുള്ള കുത്തനെ നിൽക്കുന്ന മുടിയുമായിരുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി എന്ന് പറയുന്നത്.
ഈ രണ്ട് രൂപവും പറയുമ്പോ മഹാന്മാര് പറയുന്നു, നാം മനസ്സിലാക്കണം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി എന്ന് പറയുന്നത് അല്പം വളവുള്ള, വാർന്നാൽ വളയുന്ന രൂപത്തിലുള്ള മുടിയായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീളത്തെക്കുറിച്ച് പറഞ്ഞു, നിറത്തെക്കുറിച്ച് പറഞ്ഞു, മുടിയെക്കുറിച്ച് പറഞ്ഞു. അധികം നീളമുള്ള ആളായിരുന്നില്ല, എന്നാൽ പറ്റേ നീളം കുറഞ്ഞ ആളുമായിരുന്നില്ല, ഒത്ത നീളമുള്ള ആളായിരുന്നു. അതാണ് നീളത്തിൽ മനസ്സിലാക്കേണ്ടത് ഉമ്മമാരെ. രണ്ടാമത് പറഞ്ഞു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനി വെള്ള നിറമായിരുന്നില്ല, അഥവാ കുമ്മായത്തെ പോലെ ഒരു പെയിന്റ് അടിച്ചാലുള്ള വെള്ള, തനി വെള്ള പെയിന്റ് അടിച്ചാൽ ഏതു രൂപമായിരിക്കും, ആ രൂപത്തിലുള്ള നിറമായിരുന്നില്ല. എന്നാ ഒരിക്കലും മനസ്സിലാക്കരുത്, നല്ല ഇരുനിറമായിരുന്നു, ഇരുനിറവും ആയിരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം വെളുപ്പിനോട് അല്പം ചുവപ്പ് കലർന്ന നല്ല ഭംഗിയുള്ള നിറമായിരുന്നു. മൂന്നാമത് പറഞ്ഞു മുത്തുനബിയുടെ മുടിയെക്കുറിച്ച്. മുത്തുനബിയുടെ മുടി അത് വളരെ ചുരുണ്ട സ്പ്രിംഗ് രൂപത്തിലുള്ള ആഫ്രിക്കക്കാരുടെ മുടി പോലെ, നീഗ്രോ വർഗക്കാരുടെ മുടി പോലെ ഒരിക്കലും വാർന്നാലും നിവരാത്ത പറ്റ ചുരുണ്ട രൂപത്തിലുള്ള മുടിയായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്, നേരെ നിവർന്നു നിൽക്കുന്ന മുള്ളം പന്നിയെ പോലെ വളയാത്ത നിവർന്നു നിൽക്കുന്ന മുടിയുമായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, മുത്തുനബിയുടെ മുടി എന്ന് പറയുന്നത് അത് അല്പം വളവുള്ള, വാർന്നാൽ വളയുന്ന നല്ല മുടിയായിരുന്നു. ഇൻഷാ അല്ലാഹ് മുടിയെ കുറിച്ചുള്ള വിശദീകരണം, മുടി എത്രയായിരുന്നു, മുടിയുടെ നിറം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ മറ്റു ഹദീസുകളിൽ വരുന്നുണ്ട്. അല്ലാഹു അതൊക്കെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, ബഅസല്ലാഹു തആല അലാ റഅസി 40 സന. 40ാമത്തെ വയസ്സിന്റെ ആരംഭത്തിലാണ്, അല്ലെങ്കിൽ 40 വയസ്സ് അവസാനിക്കുമ്പോഴാണ്. 2 രൂപത്തിൽ അർത്ഥം പറഞ്ഞവരുണ്ട് മഹാന്മാര്. അങ്ങനെ 40ാമത്തെ വയസ്സിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പ്രവാചകനായിട്ട് നിയോഗിക്കുന്നത്, നബിയായിട്ട് നിയോഗിക്കുന്നത്. ഫഖാമ ബിമക്കത 10 സിനീന. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയതിന് ശേഷം ഇവിടെ, അത് മക്കയിൽ 10 വർഷം ജീവിച്ചു. 10 വർഷം എന്ന് പറഞ്ഞാൽ 13 വർഷമാണ് ജീവിച്ചത്. ചില്ലറ പറയാതിരുന്നിട്ടാണ് ഇവിടെ 10 വർഷം എന്ന് പറഞ്ഞത് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മദീനയിൽ 10 വർഷവും ജീവിച്ചിട്ടുണ്ട്. 13 വർഷം മക്കയിൽ ജീവിച്ചു, 10 വർഷം മദീനയിലും ജീവിച്ചു. അങ്ങനെ 23 വർഷമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വതവഫാഹു അല്ലാഹു തആല അലാ റഅസി 60 സന. 60ാമത്തെ വയസ്സിൽ, 60ാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ചില്ലറ കൂട്ടാതെയാണ് 60ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞത്. അതായത് 63ാമത്തെ വയസ്സിലാണ് അല്ലാഹു മുത്തുനബിയെ വഫാത്താക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, വലൈസ ഫീ റഅസിഹി വലിഹിയതിഹി 20 ശഅറതൻ ബൈദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് മുത്തുനബിയുടെ തലയിൽ, മുത്തുനബിയുടെ താടിയിലും തലയിലുമായി 20-ൽ താഴെ മുടികളായിരുന്നു നരച്ചിരുന്നത്. അഥവാ മുത്തുനബിയുടെ തലയിൽ ആകെ നരച്ചിരുന്ന രോമങ്ങൾ എന്ന് പറയുന്നത്, മുടികൾ എന്ന് പറയുന്നത്, അത് 20-ൽ താഴെ രോമങ്ങളായിരുന്നു. കൃത്യമായി മറ്റു പല സ്വഹാബത്തും പറഞ്ഞിട്ടുണ്ട്, 17-18 രോമങ്ങൾ മാത്രമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ നിന്നും അതുപോലെ തന്നെ താടിയിൽ നിന്നും ആകെ നരച്ചിരുന്നത്. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹാനായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ നരച്ച രോമങ്ങളുടെ എണ്ണം പോലും സ്വഹാബത്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നല്ല രൂപത്തിലായിരിക്കും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരായ സ്വഹാബത്ത് വീക്ഷിച്ചിട്ടുണ്ടാകുക, കണ്ടിട്ടുണ്ടാകുക, നോക്കിയിട്ടുണ്ടാകുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അത്രത്തോളം സൂക്ഷ്മമായി എപ്പോഴും ഹബീബായ സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന പതിവായിരുന്നു സഹാബത്തിലുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം നല്ല സൗന്ദര്യമായിരുന്നു. കാരണം മുത്തുനബിക്ക് കിട്ടിയ മുഖത്തെക്കാളും നല്ല ഒരു മുഖം ലോകത്തൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. മുത്തുനബിക്ക് കിട്ടിയ കയ്യിനെക്കാളും നല്ല ഒരു കയ്യ് ലോകത്തൊരാൾക്കും കിട്ടിയിട്ടില്ല. മുത്തുനബിക്ക് കിട്ടിയ കാലിനെക്കാളും നല്ല ഒരു കാല് ലോകത്തൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. അങ്ങനെ ഏതൊക്കെ അവയവങ്ങൾ നിങ്ങൾ നോക്കിക്കോ, അത്രത്തോളം സൗന്ദര്യമുള്ള ഒരു അവയവം, അത്രത്തോളം സൗന്ദര്യം ലോകത്തൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ഹദീസ് വായിക്കുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന ഹദീസ് തന്നെയാണ്. കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞ വിഷയങ്ങളും ഈ ഹദീസിലും വരും. കാരണം വ്യത്യസ്തമായ സമയങ്ങളിൽ നബിയെ കുറിച്ച് മഹാനായ അനസ് തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് കഴിഞ്ഞ വിഷയങ്ങൾ പറയുമ്പോ ഒരിക്കലും നിങ്ങൾക്ക് ബോറ് തോന്നാൻ പാടില്ല. കാരണം മുത്തുനബിയുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് ധാരാളം തവണ കേൾക്കുമ്പോ, ഒരു വിഷയം തന്നെ ധാരാളം തവണ കേൾക്കുമ്പോ അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോകും. അങ്ങനെ ഉറക്കുമ്പോഴേ മുത്തുനബിയുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിൽ ഉറക്കുകയുള്ളൂ. അങ്ങനെ ഉറക്കുമ്പോഴേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള താല്പര്യം നമ്മുടെ മനസ്സിൽ ജനിക്കുകയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ അനസ് തങ്ങൾ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു റബ്അതൻ എന്ന് പറഞ്ഞാൽ ഒത്ത നീളമുള്ള ആളായിരുന്നു. നേരത്തെ പറഞ്ഞ അതേ വിഷയം. എന്നിട്ട് അനസ് തങ്ങൾ പറയുകയാണ്, ലൈസ ബിത്വീലി വലാ ബിൽ ഖസീരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല നീളമുള്ള, അഥവാ കണ്ടാൽ ബോറ് തോന്നിക്കുന്ന രൂപത്തിൽ അമിതമായ നീളമുള്ളയാളായിരുന്നില്ല. വലാ ബിൽ ഖസീരി, എന്നാൽ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്, പറ്റ നീളം കുറഞ്ഞ കുള്ളനായിരുന്നു എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തീരെ നീളമില്ലാത്ത കുള്ളനുമായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് തീരെ നീളമില്ലാത്ത ആളായിരുന്നില്ല, നല്ല നീളമുള്ള ആളുമായിരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒത്ത നീളമുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ നല്ല സൗന്ദര്യം തോന്നിക്കുക എത്ര ഉയരമുണ്ടായാലാണോ, എത്ര നീളമുണ്ടായാലാണോ, ആ രൂപത്തിൽ ഒത്ത നീളമുള്ള, എല്ലാവരും കണ്ടാൽ നോക്കിപ്പോകുന്ന രൂപത്തിലുള്ള നീളമുള്ളയാളായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് പറയുമ്പോ ഉമ്മമാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒത്ത നീളമുള്ളയാളായിരുന്നു എന്ന് പറയുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ ഒരു ബഹുമാനമുണ്ട്. എന്താണ് ബഹുമാനം? മഹാന്മാര് പറയുന്നു, ലം യകുൻ യുമാശി അഹദൻ ഇല്ലന്നാസ് ഇല്ലാ ഖാലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരോട് കൂടെ നടക്കുമ്പോ ആ കൂടെ നടക്കുന്നവരിൽ മുത്തുനബിയെക്കാളും നീളമുള്ളവരുണ്ടെങ്കിലും ശരി, ഏറ്റവും നീളമുള്ളവരായി തോന്നിപ്പിക്കുക ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. മറ്റുള്ളവരോട് കൂടെ മുത്തുനബി നടക്കുകയാണെങ്കിൽ ആ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും നീളമുള്ള ആളുണ്ടെങ്കിലും ശരി, ഏറ്റവും നീളമുള്ളവരായി തോന്നിക്കുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. കാരണം അല്ലാഹു കൊടുത്ത വലിയ ഒരു ബഹുമാനമാണ്, അല്ലാഹുവിന്റെ നിർബന്ധമാണ്. മുത്തുനബിയെക്കാളും മുത്തുനബിയെ കൂടെ നടക്കുമ്പോ ഒരാളും ഉയരാൻ പാടില്ല, മുത്തുനബിയെക്കാളും നീളമുള്ളവരുണ്ടാകാൻ പാടില്ല. അത് അല്ലാഹു കൊടുത്ത വലിയ ബഹുമാനമാണ്. അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു സൈഡുകളിൽ രണ്ടാളുകൾ ഇരിക്കുകയാണെങ്കിൽ, അങ്ങനെ മറ്റുള്ളവർ ഇരിക്കുകയാണെങ്കിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമരായിരിക്കും അവരുടെ ചുമരുകളിൽ നിന്ന് ഏറ്റവും ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുക. കാരണം അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ആ ഒപ്പം ഇരിക്കുന്നവർ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങളെക്കാളും നീളം കുറഞ്ഞവരാണെങ്കിലും ശരി, ഏറ്റവും നല്ല ഇരിക്കുമ്പോഴും നീളമുള്ളവരായി തോന്നിപ്പിക്കുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തിന്റെ നേതാവാണ്. ലോകത്തിന്റെ നേതാവ് എവിടെയും ചെറുതായി പോകാൻ പാടില്ല. അത് നടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഒരു നിർബന്ധമാണ്. മുത്തുനബിക്ക് ഒരു കുറവും വരാൻ പാടില്ല. മുത്തുനബി എവിടെയും ചെറുതാകാൻ പാടില്ല. അള്ളാഹുവിന്റെ വലിയ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹു കൊടുത്ത വലിയ ബഹുമാനമാണ്. ഒത്ത നീളമുള്ള ആളായിരുന്നുവെങ്കിലും ആരെങ്കിലും കൂടെ നടക്കുമ്പോ മുത്തുനബിയായിരിക്കും നല്ല നീളമുള്ളവരായി തോന്നിപ്പിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും കൂടെ ഇരിക്കുമ്പോ മുത്തുനബിയുടെ ചുമലായിരിക്കും അല്പം നീളമുള്ളതായി ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. കാരണം നേതാവല്ലേ, നേതാവിനിക്ക്, ലോകത്തിന്റെ നേതാവിനിക്ക് ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ഇതും കൂടി മുത്തുനബിയുടെ നീളം മനസ്സിലാക്കുമ്പോ, ഉയരം മനസ്സിലാക്കുമ്പോ ഉമ്മമാരെ നാം നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസ് തങ്ങൾ പറയാണ്, ഹസനൽ ജിസ്മി, മുത്തുനബിയുടെ ശരീരം ഭംഗിയുള്ള ശരീരമായിരുന്നു. ഭംഗിയുള്ള ശരീരമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം. എങ്ങനെയാണ് ഭംഗി? ഏത് രൂപത്തിൽ നോക്കിയാലും ഭംഗി തന്നെ, ഭംഗി 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 തന്നെ. അഥവാ മഹാന്മാര് പറയുന്നു, ലൗനൻ, നിറം നോക്കിയാൽ മുത്തുനബിയുടെ നിറത്തെക്കാളും ഭംഗിയുള്ള ഒരാളെയും അല്ലാഹു പടച്ചിട്ടില്ല, ഒരാളെയും ഭൂമിയിൽ കാണാൻ സാധിക്കില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ഏത് നബിമാരുടെ ചരിത്രം പരിശോധിച്ചാലും അത്രത്തോളം ഭംഗി ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. അതുപോലെ തന്നെ വനൂമതൻ, മാർദ്ദവത്താലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മാർദ്ദവമുള്ളതായിരുന്നു, നല്ല സോഫ്റ്റ് ഉള്ളതായിരുന്നു. അതിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 10 വർഷം സേവനം ചെയ്ത നാം പറഞ്ഞ ആ മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞത്, വലാ മസിസ്തു ഖസ്സൻ വലാ ഹരീസ വലാ ഹരീറൻ വലാ ശൈഅൻ കാന അൽയന മിൻ കഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകൈയിനേക്കാളും മാർദ്ദവമായ ഒരു പട്ടും ഒരു സോഫ്റ്റ് ഉള്ള ഒരു സാധനവും ഞാൻ ഭൂമിയിൽ തൊട്ടിട്ടില്ല. വലാ ശമിംതു മിസ്കൻ ഖത്തു വലാ അത്റൻ കാന അത്യബ മിൻ അറഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ വിയർപ്പിനേക്കാളും അതേ മണമുള്ള, വാസനയുള്ള, അതേ സുഗന്ധമുള്ള ഒരു സുഗന്ധവും ഒരു സെന്റും ഒരു അത്തറും ഒരു കസ്തൂരിയും ഞാൻ മണത്തിട്ടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിയർപ്പ് പോലും ഈ ലോകത്തെ കസ്തൂരിയേക്കാളും വെല്ലുന്ന, ഈ ലോകത്ത് ഏതൊക്കെ മുന്തിയത്തറുണ്ടോ ആ അത്തറിനേക്കാളും വെല്ലുന്ന മണമായിരുന്നു. ആ മണത്തിന്റെ സൗന്ദര്യം പോലും അത്രത്തോളമായിരുന്നുവെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്. അതാണ് ഉമ്മമാരെ, ശരീരം വല്ലാത്ത സൗന്ദര്യമുള്ള ശരീരമായിരുന്നു. അതിനെക്കുറിച്ച് ധാരാളം പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസുകളിൽ പഠിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് മഹാനായ അനസ് ഇബ്നു തങ്ങൾ പറയുകയാണ്, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, വകാന ശഅറുഹു ലൈസ ബിജഅദിൻ വലാ സബ്തിൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മുടി എന്ന് പറയുന്നത് അത് നല്ല ചുരുണ്ട മുടിയായിരുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കരുത്, നേരെ കുത്തനെ നിൽക്കുന്ന സ്ട്രൈറ്റ് ഹെയറുമായിരുന്നില്ല, നേരത്തെ പറഞ്ഞ ഫ്രൈസി ഹെയറുമായിരുന്നില്ല, അഥവാ സ്പ്രിങ് പോലെ ചുരുങ്ങിയ മുടിയായിരുന്നില്ല, ചുരുണ്ട മുടിയായിരുന്നില്ല, നേരെ കുത്തനെ നിൽക്കുന്ന നീണ്ട മുടിയുമായിരുന്നില്ല. അപ്പൊ ഉമ്മമാരെ നാം ഒക്കെ മനസ്സിലാക്കേണ്ടത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കറുകറുത്ത മുടി ായിരുന്നു, വാർന്നാൽ വളയുന്ന അല്പം വളവുള്ള മുടിയായിരുന്നു. അതാണ് മുടിയുടെ സൗന്ദര്യം. നിങ്ങൾ ഉമ്മമാരല്ലേ, നിങ്ങൾക്ക് പുരുഷന്മാരെക്കാളും കൂടുതൽ അറിയുന്ന വിഷയമാണല്ലോ ആ വിഷയം. അതുകൊണ്ട് മുത്തുനബിയുടെ മുടി നല്ല കറുപ്പുള്ള കറുകറുത്ത മുടി, മുടിയുടെ കറുപ്പ് കൂടുന്നതിനനുസരിച്ച് മുടിയുടെ സൗന്ദര്യം കൂടും. അങ്ങനെ കറുകറുത്ത നല്ല അല്പം വളവുള്ള വാർന്നാൽ വളയുന്ന നല്ല സൗന്ദര്യമുള്ള മുടിയായിരുന്നു. പിന്നെ അനസ്തങ്ങൾ പറഞ്ഞു, അസ്മറൽ ലൗനി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം എന്ന് പറയുന്നത് അത് തനി വെള്ളയായിരുന്നില്ല, കുമ്മായം പോലെ തനി വെള്ള നിറമായിരുന്നില്ല. എന്നാൽ ഒരിക്കലും ചിന്തിക്കരുതേ, തനി അതേ ചാരനിറമായിരുന്നു, തവിട്ടി നിറമായിരുന്നു, അഥവാ പറയുന്ന ഇരുനിറം എന്ന് പറയും, അങ്ങനത്തെ നല്ല ഇരുനിറമുള്ള ആളുമായിരുന്നില്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിന്റെ അർത്ഥം വെളുപ്പിനോട് അല്പം ചുവപ്പ് കലർന്ന, കാണാൻ നല്ല ഭംഗിയുള്ള വെളുപ്പ്, പ്രകാശിക്കുന്ന വെളുപ്പ്, കണ്ടാൽ തന്നെ പ്രകാശിച്ചു പോകും. അതല്ലേ സ്വഹാബത്ത് പറഞ്ഞത്, 14-ാം രാവിലെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോ ആ പൂർണ്ണ ചന്ദ്രനിലേക്കും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്കും ഞങ്ങൾ മാറി മാറി നോക്കി. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആ 14-ാം രാവിൽ വിടർന്നു നിൽക്കുന്ന ആ ചന്ദ്രനെക്കാളും പ്രകാശിക്കുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമായിരുന്നു എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ ആ മുഖത്തിന്റെ ഒരു പ്രകാശം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ഇത് കൃത്യമായി പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം ഈ ഹദീസും കൂടി പറഞ്ഞ് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ ഒരു ഹദീസ് മാത്രം ചർച്ച ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നാളെ കൃത്യസമയത്ത് തന്നെ വരിക. കാരണം ആകെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രമാണ് നമുക്ക് ലഭിക്കുക. കൃത്യസമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് 4 ദിവസം കൊണ്ട് ഒരു കൃത്യമായ രൂപം, ആ രൂപം പറയണം, നാം മനസ്സിലാക്കണം. മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ ഉമ്മമാരെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരണം. പലരും ആദ്യമായി കേൾക്കുന്നവരാകും. അതുകൊണ്ട് കൃത്യമായി മനസ്സിൽ പതിയണമെങ്കിൽ നല്ല രൂപത്തിൽ വിശദീകരിച്ച് മനസ്സിലാക്കി തരണം. അതിന് സമയം ആവശ്യമാണ്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം പറഞ്ഞു, ഇദാ മശായത കഫൗ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തത്തെ കുറിച്ചാണ് മഹാനായ അനസ് തങ്ങൾ പറയുന്നത്. മുത്തുനബിയുടെ നടത്തം, ഇദാ മശാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണെങ്കിൽ യതകഫഊ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുന്നിലേക്ക് ഇറങ്ങുന്നത് പോലെ, ഒരു കുയ്യിലേക്ക് ഇറങ്ങുന്നത് പോലെ അല്പം മുമ്പോട്ട് ചാഞ്ഞുകൊണ്ടാണ് നടക്കാറുള്ളത്. അല്പം മുമ്പോട്ട് ശരീരം ആഞ്ഞുകൊണ്ട് ചാഞ്ഞുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കാറുള്ളത്. മാത്രമല്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് ഭൂമിയിൽ വെക്കുമ്പോ ആ കാലിന്റെ മുഴുവൻ ഭാഗങ്ങളും ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് എടുക്കാറുള്ളത്. കണ്ടവർക്ക് തോന്നിപ്പോകും ഭൂമിയിൽ നിന്ന് കാല് പറിച്ചെടുക്കുന്നത് പോലെ മടമ്പ് കുത്തി നടക്കാറില്ല. അതേ കാലിന്റെ മുൻഭാഗം കുത്തിയല്ല നടക്കാറുള്ളത്. അതുപോലെ തന്നെ കാലിന്റെ സൈഡ് ഭാഗം കുത്തിയല്ല നടക്കാറുള്ളത്. ആരോഗ്യമില്ലാത്ത പലരും അങ്ങനെ നടക്കാറുണ്ട്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഏറ്റവും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് മുത്തുനബി നടക്കാറുള്ളത് ആരോഗ്യമുള്ളവർക്ക് മാത്രം നടക്കാൻ സാധിക്കുന്ന നല്ല സുഗമമായ ഒരു നടത്തമുണ്ട്. കാല് മുഴുവനും ഭൂമിയിൽ വെച്ച് എടുത്ത് അതേ ഒരു കാല്
ആ ഭൂമിയിൽ നിന്ന് പറിച്ചെടുക്കുന്നത് പോലെയുള്ള നടത്തമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കാറുള്ളത്. മാത്രമല്ല മഹാന്മാര് പറഞ്ഞു, മുത്തുനബിയുടെ നടത്തം ഒരു കാല് വെച്ച് അടുത്ത കാല് അല്പം ദൂരെയായിരിക്കും വെക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലായിരുന്നു നടന്നിരുന്നത്. ആര് മുത്തുനബിയുടെ കൂടെ നടന്നാലും അവിടുത്തെ ഒപ്പം എത്താൻ സാധിക്കില്ല, അവിടുത്തെ മറികടക്കാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ നടത്തം അല്പം സ്പീഡിലായിരുന്നു. ഇത് പറയുമ്പോ ഒരിക്കലും ചിന്തിക്കരുത് ശക്തിയായി അമർത്തി കാല് ഭൂമിയിൽ വെച്ചായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നത് എന്ന്. ഒരിക്കലും അല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് വെക്കുന്നത് പോലും ഭൂമി അറിയില്ലായിരുന്നു. കാരണം അത്രത്തോളം വിനയാന്വിതന്റെ നടത്തമായിരുന്നു, ഒരു പാവപ്പെട്ടവന്റെ നടത്തമായിരുന്നു ഭൂമിയിൽ മുത്തുനബി നടന്നിരുന്നത്. അപ്പൊ മുത്തുനബിയുടെ നടത്തം അത് കാല് മൊത്തം വെച്ചെടുക്കുന്ന രൂപം, അതാണ് ആരോഗ്യമുള്ളവന്റെ നടത്തം. മുമ്പിലേക്ക് അല്പം ചാഞ്ഞുകൊണ്ട് ആഞ്ഞുകൊണ്ടുള്ള നടത്തം, അതാണ് ഒരു വിനയമുള്ളവന്റെ നടത്തം. കിബിറുള്ളവൻ നെഞ്ചി വിടർത്തിക്കൊണ്ട്, അതേ നെഞ്ചി ബേക്കിലാക്കിക്കൊണ്ട്, നെഞ്ചി വിടർത്തിക്കൊണ്ടാണ് നടക്കാറുള്ളത്. അത് കിബിറിന്റെ നടത്തമാണ്. ആ നടത്തം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അതുപോലെ തന്നെ കിബിറുള്ളവൻ മെല്ലെ മെല്ലെയാണ് നടക്കാറുള്ളത്. അതേ ചെവിട്ടടി അടുത്തടുത്ത് വെച്ചാണ് കിബിറുള്ളവൻ നടക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ നടക്കൽ കിബിറിന്റെ സ്വഭാവമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിബിറിന്റെ നടത്തമല്ല നടന്നത്. ഒരു അടി വെച്ചാൽ അടുത്ത അടി അല്പം ദൂരെയാണ് വെച്ചിരുന്നത്. ഇതാണ് മുത്തുനബിയുടെ നടത്തം. അതാണ് അനസ് തങ്ങൾ പറഞ്ഞത്, ഇദാ മശായ തകഫഉ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നാൽ യതകഫഉ, ഒരു കുന്ന് ഇറങ്ങി വരുമ്പോ നമ്മുടെ മുൻഭാഗം അല്പം മുമ്പിലോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു രൂപമായിരിക്കില്ലേ? അതുപോലെ തന്നെ ഒരു കുയ്യിലേക്ക് ആളുകൾ ഇറങ്ങുമ്പോ മുമ്പ് അല്പം ചാഞ്ഞുകൊണ്ടായിരിക്കില്ലേ ഇറങ്ങുക, ആഞ്ഞുകൊണ്ടായിരിക്കില്ലേ ഇറങ്ങുക? ആ രൂപത്തിലായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തമെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രത്തോളമാണ് ഈ കാര്യങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്. മുത്തുനബിയുടെ നീളം പറഞ്ഞു, മുത്തുനബിയുടെ നിറം പറഞ്ഞു, മുത്തുനബിയുടെ മുടിയുടെ രൂപം പറഞ്ഞു. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തത്തിന്റെ രൂപം പറഞ്ഞു. അതുപോലെ തന്നെ ശരീരത്തിന്റെ മാർദ്ദവത്തിന്റെ രൂപം പറഞ്ഞു. ആ പ്രകാശിക്കുന്ന മുഖത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. നാളെ ഈ കാര്യങ്ങളും വരുന്ന ഹദീസുകളിൽ പറയും, പുതിയ പുതിയ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മൾ 4 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ല ഒരു രൂപം നമ്മുടെ മനസ്സിൽ പതിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരൊറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ഹദീസ് കേട്ടുപോയാൽ മതിയില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ പകർത്തുമ്പോഴേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള നല്ല മനസ്സുണ്ടാവുകയുള്ളൂ. അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള നല്ല ഒരു മനസ്സ് നമുക്ക് വരികയുള്ളൂ. ധാരാളം സ്വലാത്ത് ആത്മാർത്ഥമായി ചെല്ലാനുള്ള നല്ല ഒരു മനസ്സ് വരണോ? ഞാൻ പറയുന്ന ഹദീസുകളൊക്കെ ജീവിതത്തിൽ പരമാവധി നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, മയ്യഖുദു അലൈ അന്നി ആഹുലാഇൽ കലിമാത് ഫയഅമലു ബിഹിന്ന. ഞാൻ കുറച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരാണ് സ്വീകരിക്കുക, എന്നിൽ നിന്ന് ഏറ്റെടുക്കുക എന്ന് ചോദിച്ചപ്പോ ഉടനെ എഴുന്നേറ്റ് നിന്നു മഹാനായ അബൂ ഹുറൈറ
റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഖുൽതു അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഏറ്റെടുക്കാം, അങ്ങ് പറഞ്ഞോളൂ, ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞപ്പോഴേക്ക് എഴുന്നേറ്റ് നിന്ന അബൂ ഹുറൈറ തങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ ഓരോ വിരലും മടക്കി, കൈയിന്റെ 5 വിരലുകളും മടക്കി, ഓരോ വിരലുകളും മടക്കുമ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ആദ്യം പറഞ്ഞുകൊടുത്തു, ഒന്നാമത്തെ വിരല് മടക്കി പറഞ്ഞുകൊടുത്തു, അബൂ ഹുറൈറ ഇത്തഖിൽ മഹാരിമ തകുന്ന അബദന്നാസ്. രണ്ടാമത്തെ വിരല് മടക്കി പറഞ്ഞുകൊടുത്തു, വർള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഉനന്നാസ്. മൂന്നാമത്തെ വിരല് മടക്കി പറഞ്ഞുകൊടുത്തു, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. നാലാമത്തെ വിരല് മടക്കി പറഞ്ഞുകൊടുത്തു, വഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. അഞ്ചാമത്തെ വിരല് മടക്കി പറഞ്ഞുകൊടുത്തു, വലാ തുക്സിരിൽ ളിഹ്ക ഫഇന്ന കസറത്തൽ ളിഹ്കി തുമീതുൽ ഖൽബാ. ഇങ്ങനെ 5 കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇത് ജീവിതത്തിൽ പകർത്താനാണ് പറഞ്ഞുകൊടുത്തത്. ഉമ്മമാരെ, ഈ കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ അല്പം വിശദീകരിച്ച് പറഞ്ഞു തരാം. കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. പകർത്തിയാൽ തീർച്ചയായും ഇന്നത്തെ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമ്മുടെ ജീവിതം മാറി മറിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട. നല്ല ഇഖ്ലാസുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. നിസ്കാരത്തിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാകും. അതേ, ഏത് ഇബാദത്തിനും നല്ല ഇഖ്ലാസ് ഉണ്ടാകും. സ്വലാത്ത് ചൊല്ലുമ്പോ, ബുർദ ബീത്ത് ചൊല്ലുമ്പോ ഒരിക്കലും ഉറക്കം വരൂല, ഉറക്കം തൂങ്ങൂല. ഏത് ഹൈറായ കാര്യത്തിനും മടി വരൂല. ഒരു ഹറാമിലേക്കും നമുക്ക് പോകാൻ തോന്നൂല. ഈ കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം. ഒന്നാമത് പറഞ്ഞു കൊടുത്തു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിരല് മടക്കി പറഞ്ഞുകൊടുത്തു, ഇത്തഖിൽ മഹാരിമ തകുന്ന അബദന്നാസ്. ഇത്തഖിൽ മഹാരിമ, അബൂ ഹുറൈറ ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ നല്ലവണ്ണം സൂക്ഷിക്കണേ. എന്നാൽ തകുന്ന അബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മുത്തഖിയാകാം നിനക്ക്. ഹറാമുകളെ നല്ലവണ്ണം സൂക്ഷിക്കണം. ജീവിതത്തിൽ ഹറാമു വരാതെ സൂക്ഷിക്കണം. ഉമ്മമാരെ, ഈ കാലത്തെ ഏറ്റവും വലിയ ഉപദേശമാണ് ഇത്തഖിൽ മഹാരിമ തകുൻ അബദന്നാസ്. നിന്റെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും ഏതൊക്കെ മേഖലകളുണ്ടോ അതിലൊക്കെ ഹറാമുകളെ സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നീയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അതാണ് മഹാന്മാര് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ക്ഷമ, ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്. ഒരുപക്ഷെ 100 സ്വലാത്ത് 1000 സ്വലാത്ത് പതിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ദുഹാ നിസ്കരിക്കാൻ ഒരു മനുഷ്യനിക്ക് സാധിക്കും. എന്നും തബാറക ഓതാൻ, ഇദാ വഖഅതി ഓതാൻ സാധിക്കും. പക്ഷേ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് നല്ല ക്ഷമ വേണം. ഹറാമ് വരുമ്പോ ആ ഹറാമിൽ നിന്ന് മുഖം തിരിക്കാൻ, ഹറാമ് കേൾക്കുമ്പോ ആ ഹറാമിൽ നിന്ന് ചെവിട് പൊത്താൻ, ഹറാമ് കാണുമ്പോ ആ ഹറാമിൽ നിന്ന് നമ്മുടെ കണ്ണ് ചിമ്പാൻ. ആരെങ്കിലും ഹറാമായ കാര്യം എന്ന് പറയുമ്പോ അതിൽ നിന്ന്, ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെങ്കിൽ, ആരെങ്കിലും ഹറാമായ കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടി വരുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അതാണ് ക്ഷമയുടെ ഏറ്റവും വലിയ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെയാണ് മുഴുവൻ മനുഷ്യനും പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് അബൂ ഹുറൈറ തങ്ങളോട് ആദ്യം നൽകിയ ഉപദേശം ഇത്തഖിൽ മഹാരിമ തകുൻ അബദന്നാസ്.
പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം, നമ്മുടെ ഒക്കെ കയ്യിൽ മൊബൈൽ ഉള്ളവരാണ്. മൊബൈൽ കൊണ്ട് അത് രഹസ്യമാണെങ്കിലും ശരി, പരസ്യമാണെങ്കിലും ശരി, ഹറാമ് കണ്ടുപോകരുത്. ഹറാമിലേക്ക് നമ്മുടെ നോട്ടം ഒരിക്കലും കണ്ടുപോകരുത്. ഹറാമുമായി നമ്മുടെ മനസ്സ് ലയിച്ചാൽ, ഹറാമ് കാണുന്ന ഖൽബാണെങ്കിൽ, ഹറാമ് കാണുന്ന കണ്ണാണെങ്കിൽ, ഹറാമ് കേൾക്കുന്ന കാതാണെങ്കിൽ, ഹറാമ് പ്ലാൻ ചെയ്യുന്ന മനസ്സാണെങ്കിൽ, നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരില്ല, 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 തീർച്ചയാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെ അരികിലേക്കെങ്കിലും നോക്കണമെങ്കിൽ റഹ്മാനായ അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ, അനുവാദമില്ലാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളിലേക്കും വരൂല. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ, ഹറാമുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റി നിർത്തിയില്ലെങ്കിൽ, ഈ ഹറാമു കാണുന്ന, ഹറാമു കേൾക്കുന്ന, ഹറാമു ചിന്തിക്കുന്ന ശരീരത്തിലേക്ക് ഒരിക്കലും മുത്തുനബി വരൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ മൊബൈല് അത് നല്ലവണ്ണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് നമ്മുടെ മക്കള് കാണട്ടെ, ഭർത്താക്കന്മാര് കാണട്ടെ, കാണാതിരിക്കട്ടെ, അവരുള്ള സമയമാകട്ടെ, ഇല്ലാത്ത സമയമാകട്ടെ, ഹറാമ് ഒരിക്കലും കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹറാമ് കേൾക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലേ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ നല്ല വാഴ കേൾക്കുകയാണ്. വാഴ കേൾക്കുമ്പോൾ യൂട്യൂബുള്ള കാലമാണ്. യൂട്യൂബിലായിരിക്കും പലരും വാഴ കേൾക്കുന്നത്. അതിന്റെ അടിയിൽ വന്നു നിൽക്കുന്നു ഹറാമായ വീഡിയോ വന്നു നിൽക്കുന്നു. ഉടനെ നമ്മുടെ അതിലേക്ക് നമ്മുടെ കണ്ണുപോയി, നമ്മുടെ കൈ അതിലേക്ക് പോയി സ്പർശിച്ചു. അല്പം വാഴ കേട്ടതാണ്, നല്ലതാണ് കേട്ടത്, പിന്നെ കേൾക്കുന്നത് മുഴുവനും ഹറാമാണ്. ഇങ്ങനെയാണോ നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരൂല. അതുകൊണ്ട് ആദ്യം സൂക്ഷിക്കേണ്ടത് ഹറാമ് പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ടാമത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറല്ല ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗുനന്നാസ്. അല്ലാഹു തന്നതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. അല്ലാഹു 10 രൂപയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂവെങ്കിൽ ആ 10 രൂപ കൊണ്ട് തൃപ്തിപ്പെടണേ. എത്രയാണോ അള്ള തന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടാം. ഇല്ലാത്തത് അതേ ഒരിക്കലും ആഗ്രഹിക്കരുത്. ധാരാളം സമ്പത്ത് കിട്ടണം, സമ്പാദിക്കണം, അതേ അവനിക്ക് കാറുണ്ട് എനിക്കും കാർ എടുക്കണം, അവനിക്ക് നല്ല വീടുണ്ട് നല്ല വീട് അതുപോലെ എനിക്കും എടുക്കണം, ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സാമ്പത്തികമില്ലാതെ ഒരിക്കലും അത്തരത്തിലുള്ള വലിയ ജീവിതം നയിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന അവസ്ഥ, അതേ പലിശക്ക് ബാങ്കിൽ നിന്ന് കാശ് വാങ്ങുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നത് അല്ലാഹു തന്നതിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴും ചിന്തിക്കേണ്ടത്, നിനക്ക് വിധിച്ചതാണോ, നിനക്ക് അല്ലാഹു കണക്കാക്കിയതാണോ? അത് 2 മലകൾക്കിടയിലുള്ളതാണെങ്കിലും ശരി, അത് നിന്റെ കയ്യിലേക്ക് എത്തുക തന്നെ ചെയ്യും. അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കാത്തതാണോ, അത് 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു നിനക്ക് 10 രൂപയാണോ തന്നത്, അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. കാറെടുക്കാൻ കാശുള്ളവൻ ചിന്തിച്ചാൽ മതി കാറെടുക്കാൻ, അതല്ലാതെ കാറെടുക്കാൻ കാശില്ലാത്തവൻ കാറെടുക്കണമെന്ന ചിന്ത ഒരിക്കലും നന്നല്ല. വലിയ വീടെടുക്കാൻ കഴിവുള്ളവൻ ചിന്തിച്ചാൽ മതി, അതല്ലാതെ ലോൺ എടുത്തുകൊണ്ട് അള്ള തന്നതിൽ തൃപ്തിപ്പെടാതെ ഒരു ചെറിയ വീടെടുക്കാൻ കാശുണ്ട്, അത്തരത്തിലുള്ള വലുപ്പമുള്ള ഒരു വീടെടുക്കാതെ വലിയ വീടുണ്ടാക്കി കടത്തോടുകൂടി മടിക്കുന്ന ഒരു അവസ്ഥ വരുന്നത് ഈ ചിന്തയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഉമ്മമാരെ, അല്ലാഹു എന്താണോ തന്നത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണേ എന്നാണ് രണ്ടാമത് നൽകിയ ഉപദേശം.
മൂന്നാമത് നൽകിയ ഉപദേശം അമ്മമാരെ നമുക്ക് ചിന്തിക്കേണ്ട ഉപദേശം. മൂന്നാമത്തെ വിരല് അടുക്കിക്കൊണ്ട് അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞത് അബൂ ഹുറൈറ, നിന്റെ അയൽവാസികൾക്ക് നീ നന്മ ചെയ്യണേ, എന്നാൽ നിനക്ക് ഒരു യഥാർത്ഥ മുഅ്മിനാകാം. നീ യഥാർത്ഥ മുഅ്മിനാകുന്നത് നിന്റെ അയൽവാസികൾക്ക് നന്മ ചെയ്യുമ്പോഴാണ്. ഉമ്മമാരെ, നമ്മുടെ ഒരു അയൽവാസി, ആ അയൽവാസി അസുഖമായി മരുന്ന് വാങ്ങാൻ കാശില്ലാതെ മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മളാണ്. കാരണം അത്രത്തോളം പ്രയാസപ്പെടുന്ന ഒരു അയൽവാസി ഉണ്ടായിട്ട് നീ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നിന്റെ അയൽവാസി പട്ടിണി കിടന്നു, നീ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. അതേ, നീ അയൽവാസിയുടെ ആ പട്ടിണി അന്വേഷിച്ചില്ല, അവന്റെ കാര്യം അന്വേഷിച്ചില്ല. അവൻ അങ്ങനെ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പട്ടിണിക്ക് ഉത്തരവാദി നീയും കൂടിയാണ്. അല്ലാഹുവിന്റെ അടുത്ത് നിനക്കും നാളെ ചോദ്യമുണ്ടേ. നീ ഒരിക്കലും പരിപൂർണ മുഅ്മിനല്ല. അതുകൊണ്ടല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു അമല് എനിക്ക് പറഞ്ഞു തരോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുകും മുഹ്സിന, നീ ഒരു നല്ല കുൻ മുഹ്സിന, നീ നല്ല ഒരു മനുഷ്യനായിക്കോ. അപ്പൊ വീണ്ടും ആ സ്വഹാബി ഉടനെ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ നല്ലവനാണെന്ന് എങ്ങനെ എനിക്കറിയാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ അയൽവാസിയോട് പോയി ചോദിക്ക്, നിന്നെപ്പറ്റി ചോദിക്ക്, നിന്നെപ്പറ്റി അവന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കൂ. അപ്പൊ അവൻ നിന്നെ കുറിച്ച് പറയുന്നു, നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ്. അവൻ പറഞ്ഞു നീ മോശപ്പെട്ടവനാണെന്ന്, എന്നാൽ അള്ളാന്റെ അടുത്തും നീ മോശപ്പെട്ടവനാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അയൽവാസികളുടെ വിഷയം നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാലാമത് പറഞ്ഞു, വഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തുകുൻ മുസ്ലിമാ. നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് ഇഷ്ടപ്പെടുന്നത് നീ മറ്റുള്ളവനിക്കും ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നത് വരെ നീ ഒരിക്കലും പരിപൂർണ മുസ്ലിം ആവുകയില്ല. നീ പരിപൂർണ മുസ്ലിം ആകണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവനിക്കും ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടണം. നിനക്ക് നല്ല കാറുണ്ടാകണം ആഗ്രഹമാണ്, എന്നാ മറ്റുള്ളവരും നല്ല കാറുണ്ടാകണം ആഗ്രഹിക്കണം. അതുപോലെ തന്നെ നിനക്ക് നല്ല വീടുണ്ടാകണം നിന്റെ ആഗ്രഹമാണ്, മറ്റുള്ളവനിക്കും എന്നെ പോലെ നല്ല വീടുണ്ടാകണം എന്ന ഒരു ആഗ്രഹം നിനക്ക് വേണം. അതുപോലെ തന്നെ നിന്നെ ആരെയും ചീത്ത പറയാതിരിക്കുന്നതാണ് നിന്റെ ഇഷ്ടം. അതുപോലെ നീ ആരെയും ചീത്ത പറയരുത്, നിന്നെ ഒരാളും വഞ്ചിക്കരുത് എന്നല്ലേ നിന്റെ താല്പര്യം. എന്നാൽ നീ ആരെയും വഞ്ചിക്കരുത്. നിന്റെ താല്പര്യം എന്താണോ അത് മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ ഈ കാലഘട്ടത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തനിക്ക് സ്വന്തം വലിയ വീടുണ്ടാകാത്തതല്ല പ്രശ്നം, അവനിക്ക് വലിയ വീടുണ്ടായതിലാണ് പ്രശ്നം. തനിക്ക് വാഹനമില്ലാത്തതിലല്ല പ്രശ്നം, അവനിക്ക് വാഹനം ഉണ്ടായതിലാണ് പ്രശ്നം. തന്റെ മകൻ ജയിച്ചതിലല്ല അവർക്ക് സന്തോഷം, അവന്റെ മകൻ തോറ്റതിലാണ് അവൾക്ക് സന്തോഷം, അവർക്ക് സന്തോഷം. ഇങ്ങനെ പരസ്പരം അസൂയയുടെ കാലമായി പോയി. ഇങ്ങനെ ഒരിക്കലും പരസ്പരം അസൂയ ഉണ്ടാകരുത്. നിന്റെ മകൻ ജയിക്കാനാണ് നിനക്ക് സന്തോഷമെങ്കിൽ മറ്റുള്ളവരുടെ മകനും മകളും ജയിക്കണമെന്നാണ് നീ ആഗ്രഹിക്കേണ്ടത്. എപ്പോഴും നിനക്കെന്താണോ സന്തോഷം അത് മറ്റുള്ളവർക്കും ഉണ്ടായിരിക്കണം, അതായിരിക്കണം നിന്റെ താല്പര്യം. എന്നാലേ നീ പരിപൂർണ മുഅ്മിനാവുകയുള്ളൂ. എന്നിട്ട് അവസാനം പറഞ്ഞു, വലാ തുക്സിരിൽ ളിഹ്ക ഫഇന്ന കസ്റത്തൽ ളിഹ്കി തുമീതുൽ ഖൽബാ.
നീ ഒരിക്കലും ചിരി അധികരിപ്പിക്കരുത്. കാരണം ചിരി നിന്റെ ഹൃദയത്തെ കൊന്നുകളയും, മരിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ, ഇത് യൂട്യൂബിന്റെ കാലമാണ്. ധാരാളം കോമഡികൾ കണ്ട് അതേ തമാശയുള്ള ധാരാളം വീഡിയോസുകൾ കണ്ട് കുറെ സമയം ചിരിച്ചിരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. അത് നമ്മളെ ഖൽബിനെ മരിപ്പിച്ചു കളയും. ആ ഖൽബ് മരിച്ചു കളഞ്ഞാൽ, ഖൽബ് മരിച്ചു പോയാൽ, ഖൽബ് ചത്തുപോയാൽ പിന്നെ ആ ഖൽബിലേക്ക് ഒരു ഖൈറായ കാര്യങ്ങളും തോന്നില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് കുറെ ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടല്ലേ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരും വന്ന് അതേ വളരെ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ പലരും ഉപദേശിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ സ്വന്തം ഭാര്യമാര് യൂട്യൂബിൽ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പുറത്തു കാണിക്കരുതെന്ന് പറയുമ്പോ പറയുന്നവരെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഉപദേശിക്കുന്നവർക്ക് അതേ എതിരെ തെറി പറയുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ കാരണം അവര് തമാശകൾ പറഞ്ഞിങ്ങനെ കളിച്ച് ചിരിക്കുമ്പോ ആ ചിരിയുടെ ഇടയിൽ അവരുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ട്. ഇനി ആര് ഉപദേശിച്ചിട്ടും കാര്യമില്ല, അവരെ ഖൽബ് തുറക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ കാര്യം, ഈ 5 കാര്യം നിന്റെ ജീവിതത്തിൽ പകർത്താൻ നിനക്ക് കഴിവുണ്ടായാൽ നിന്റെ ജീവിതം നന്നാകും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആദ്യം പറഞ്ഞു, ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ നല്ലവണ്ണം സൂക്ഷിക്കുക. രണ്ടാമത്, അള്ളാഹു എന്താണോ തന്നത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. മൂന്നാമത്, അയൽവാസികൾക്ക് നന്മ ചെയ്യുക. നാലാമത് പറഞ്ഞു, നിന്റെ ശരീരത്തിലേക്ക് എന്താണോ ഇഷ്ടം അത് മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ ചിരി ഒരിക്കലും അധികരിപ്പിക്കരുത്, അത് ഖൽബിനെ മരിപ്പിച്ചു കളയും. ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കൃത്യസമയത്ത് തന്നെ നിങ്ങളെല്ലാവരും വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഇരുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കാനും അവിടുത്തെ സൗന്ദര്യത്തെ കുറിച്ച് പഠിക്കാനും അങ്ങനെ അവിടുത്തെ സൗന്ദര്യത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാനും അങ്ങനെ അവിടുത്തെ ജീവിതം പഠിച്ച് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും എന്നിട്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാനും അതുവഴി ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം ജീവിതത്തിൽ ഒരുപാട് തവണ ദർശിക്കാനും ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര പൂമുഖം കണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെയും നമ്മളുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ, സർവ്വ പ്രയാസങ്ങളും നീക്കി തരട്ടെ. ഭർത്താവിന്റെ ആണ്ടാണ്, പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആ ഉപ്പയുടെ ഹദറത്തിലേക്ക് ഞാൻ പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും ഇരുന്നതിന്റെ ഒക്കെ മിസ്ലു സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഒക്കെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഒക്കെ ഹദറത്തിലേക്ക് ഈ മജ്‌ലിസിന്റെ സന്തോഷം അല്ലാഹു കാണിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനോട്ടമുള്ള സാന്നിധ്യമുള്ള ഖബറുകളാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാളെ കൃത്യസമയത്ത് എത്തുക.